നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടാമ്പി പുതിയ പാലം ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം 24 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിക്കുക 52.5 കോടി രൂപ ചെലവിൽ. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് നിർമ്മാണോദ്ഘാടനം ഉടൻ നടത്തുമെന്നും MLA. തൃശൂരിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്ന സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പറപ്പൂർ സ്വദേശി ലിയോ, പോന്നാർ സ്വദേശി ആയുഷ്, പാടൂർ സ്വദേശി ദിവ്യ എന്നിവർ. പ്രതികൾ ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തത് പേനകം സ്വദേശിയായ യുവതിയിൽ നിന്ന്. ബൂസ്റ്റ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച 52-കാരന് 130 വർഷം കഠിന തടവും 8.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി. ശിക്ഷിക്കപ്പെട്ടത് തൃശൂർ ഒരുമനയൂർ സ്വദേശി സജീവൻ. പ്രതീക്ഷയുടെ തേരേറി പുതുവർഷം. ആഹ്ലാദാരവങ്ങളോടെ ലോകം 2025 വരവേറ്റു. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പുതുവത്സരാഘോഷ പരിപാടികൾ. പ്രശസ്ത സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. വിടവാങ്ങിയത് വാൻറീഡിന്റെ ഹോർത്തൂസ് മലബാറിക്കൂസ് ആധുനിക സസ്യശാസ്ത്ര വ്യാഖ്യാന സഹിതം പരിഭാഷപ്പെടുത്തി മലയാളത്തിന് സമ്മാനിച്ച പ്രതിഭ. അന്ത്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. പാലം നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. 52,57,60,000 രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മാണം. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ്. 24 മാസത്തെ കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തുമെന്നും പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിൻ അറിയിച്ചു. ഇപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത പറയാനുള്ളത് പട്ടാമ്പി പാലത്തിന്റെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ചു. 3 കരാറുകാരാണ് അത് കോട്ട് ചെയ്തിരുന്നത്. അതിൽ ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലഭ്യമായിട്ടുണ്ട്. ഈ പുതുവത്സര സമയത്ത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കിത് പറയാൻ കഴിയും. പട്ടാമ്പി പാലം അത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിന്റെ പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ PWD മിനിസ്റ്റർ റിയാസ് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. പുതിയ പാലം പട്ടാമ്പിയുടെ ഏറ്റവും വലിയ വികസന ആവശ്യമാണ്. സ്ഥലം നഷ്ടമാകുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ യുവതിയെ ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. പേനകം സ്വദേശിനിയായ യുവതിയെയാണ് പ്രതികൾ ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നത്. പറപ്പൂർ സ്വദേശി ലിയോ, പോന്നാർ സ്വദേശി ആയുഷ്, പാടൂർ സ്വദേശി ദിവ്യ എന്നിവരാണ് പിടിയിലായത്. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പേനകം സ്വദേശിനിയായ യുവതിയെയാണ് ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പ്രതികൾ സ്വർണം കവർന്നത്. തുടർന്ന് യുവതി പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ SIമാരായ വിനോദ്, സജീവ്, CPOമാരായ വിനീത്, ജയകൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബൂസ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച 52-കാരന് 130 വർഷം കഠിന തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ. തൃശൂർ ഒരുമനയൂർ മുത്തമ്മാവ് മങ്ങാടി വീട്ടിൽ സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 35 മാസം കൂടി
അധിക തടവ് അനുഭവിക്കണം. 2023 ഏപ്രിലിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത 10 വയസ്സുള്ള ആൺകുട്ടിയെ ബൂസ്റ്റ് തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ വീടിൻ്റെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയത്. പിന്നീട് ഒരു പാക്കറ്റ് ബൂസ്റ്റും നൽകി കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷം പ്രതിയെക്കുറിച്ച് മോശമായ അഭിപ്രായം കേട്ട കുട്ടിയുടെ അമ്മ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. തുടർന്ന് ചാവക്കാട് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO പ്രസീത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും SI സെസിൽ ക്രിസ്ത്യൻ രാജ് FIR രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലാണ് തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 13 സാക്ഷികളെ വിസ്തരിച്ചു. 16 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഏറെ നാളായി രോഗബാധിതനായിരുന്ന ഡോക്ടർ KS മണിലാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് അന്തരിച്ചത്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം 50 ആണ്ടുകാലത്തെ ഗവേഷണ പ്രവർത്തനം വഴി ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് ഡോക്ടർ KS മണിലാൽ. 200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മണിലാൽ 19 സസ്യ ഇനങ്ങളെ ശാസ്ത്ര ലോകത്തിന് പരിചയപ്പെടുത്തി. 4 സസ്യ ഇനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വടുക്കരയിൽ മരുമകൻ്റെ വീട്ടിലായിരുന്നു അദ്ദേഹം താമസം. രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 86 വയസ്സുള്ള ഡോക്ടർ KS മണിലാൽ ഏറെ നാളായി രോഗബാധിതനായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രതീക്ഷയുടെ തേരേറി പുതുവർഷം. ആഘോഷ നിറവും ആശംസകളുടെ പ്രവാഹവുമായി ലോകം 2025 വരവേറ്റു. ചുമരിലെ കലണ്ടർ മാറുമ്പോൾ പുതുവത്സര പുലരി പുതിയൊരു തുടക്കത്തിൻ്റേതു കൂടിയാകുന്നു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പുതുമയാർന്നതും വ്യത്യസ്തവുമായ കലാപരിപാടികൾ 12 മണിക്കൂർ നീണ്ടുനിന്നു. ചെറുതുരുത്തി നിള ക്യാമ്പസിൽ നടന്ന കലാപ്രകടനങ്ങൾ ജനുവരി 1 പുലർച്ചെ 1 മണിക്കാണ് അവസാനിച്ചത്. ഇന്ദ്രനോ ഇന്ദ്രാണിതാനോ എന്നു വേണ്ട വള്ളത്തോൾ പ്രതിമയ്ക്ക് മുന്നിൽ കലാമണ്ഡലം ഭരണസമിതി അംഗം കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയും കലാമണ്ഡലം മുൻ ഡയറക്ടർ MPS നമ്പൂതിരിയും ചേർന്ന് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, കലാമണ്ഡലം NK നാരായണൻ, കലാമണ്ഡലം ഭരണസമിതി അംഗം രവീന്ദ്രനാഥൻ, അരുൺ നാരായണൻ K, T കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലകളിലേക്ക് എങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെയും റീച്ച് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചും മാത്രമല്ല പുതിയ പുതിയ ചില സന്ദർഭങ്ങളിലേക്ക് സ്ഥാപനവും ഇവിടെയുള്ള കലാരൂപങ്ങളും മാറേണ്ടതുണ്ട്. ഒരു സ്ഥാപനം എന്ന നിലയിൽ കോൺസ്റ്റൻ്റായിട്ട് സമൂഹവുമായി ഇടപഴകേണ്ടതുണ്ട്.
അങ്ങനെയുള്ളൊരു ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പല പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമവും പുതുവത്സരാഘോഷവും നടത്തി. നഗരസഭാ കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AB അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. CM അംബിക, AT രാധാകൃഷ്ണൻ, NV വിനോദ്, VR സതീഷ്, സിസ്റ്റർ മെർലിൻ, ഫാദർ സെബാസ്റ്റ്യൻ, K ചാത്തുകുട്ടി നായർ, KK ശശീന്ദ്രൻ, PV സരോജിനിയമ്മ, K സതീഷ് എന്നിവർ സംസാരിച്ചു. പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ഹലോ ഹലോ, വിനോദ് പണിക്കരല്ലേ? അതെ. ഞാൻ പണിക്കരം കാണാൻ വേണ്ടിയിട്ട് ഈ SMB ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതെ, താങ്കളുടെ സ്ഥലം കൃത്യമായിട്ട് അറിയാം. മൈത്രിനാഥ് ബോർഡുണ്ടോ? മൈത്രി നഗർ അല്ലേ? കണ്ടിരിക്കണം. അവിടെ കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ മണിക്കര ബോർഡുണ്ട്, കണ്ടോ? രണ്ടാമത്തെ ചേട്ടൽ കിഴക്കോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ 37ാമത്തെ നമ്പർ വീടാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തിരക്കുണ്ട്, അതൊന്നും നോക്കണ്ട, വന്നോളൂ കേട്ടോ. ആളുകൾ വളരെ തിരക്കാണ്. ആളുകൾ കച്ചവടം പറഞ്ഞതാ. ഒക്കെ ശരിയാക്കാം. സമാൻ പൈസ കഞ്ഞി കിട്ടി തരും. ഈ സമാധാനപ്പെടും. ആൾക്കാരും ഒരു വട്ടലാക്കരുത്, പണിക്കാരുടെ വില കളയരുത്. ഒന്ന് അകത്തേക്ക് പോ. ശരി, പോ. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഒരു കേടുവിനെ അപകരിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല. അതാ അതിൻ്റെ ഉള്ളിൽ കിടന്ന് സമാധാനമായിട്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി ആരഭി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി യുവ പ്രതിഭ പുരസ്കാര ജേതാവും ഓടപ്പഴം പുരസ്കാര ജേതാവുമായ സരിത കൈതോല ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ ആരബി വർഷം തോറും നടത്താറുള്ള പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. ആരബി ഗ്രന്ഥശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ പുതുവത്സര സന്ദേശം നൽകി. മായന്നൂർ എതിർപ്പാട്ടുകൂട്ടം അവതരിപ്പിച്ച നാടൻപാട്ട് സദസ്സിനെ മുഴുവൻ ഇളക്കിമറിച്ചു. മരവിരിഞ്ഞു നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമരവിരിഞ്ഞു. നാടൻപാട്ടിന്റെ ഈണങ്ങൾക്ക് കുരുന്നുകൾ വേദിയിൽ ചുവടുവെച്ചത് ദൃശ്യഭംഗി നൽകി. കേക്ക് വിതരണവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ പുതുവർഷ ഭാഗ്യവാനെയും തെരഞ്ഞെടുത്തു. PV ശ്രീധരവാര്യർ, CP രാമൻ, വിജയലക്ഷ്മി, KV ഹരിദാസ് മാസ്റ്റർ, കുമാരി ആർദ്രാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. PP വിജയൻ സ്വാഗതവും V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വ്യത്യസ്തയായ ഒരു ചങ്ങാതിയെ ലഭിച്ച ആഹ്ലാദത്തിലാണ് വരവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ. ക്ലാസ് മുറിയിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന സുന്ദരി പ്രാവാണ് ഇപ്പോൾ കുട്ടികളുടെ കൂട്ടുകാരി. സ്കൂളിലെ 3C ക്ലാസ്സിലാണ് പ്രാവ് കൂടുകെട്ടി മുട്ടയിട്ട് അടയിരിക്കുന്നത്. സ്കൂളിലെ 3C ക്ലാസ്സിൽ ദിവസങ്ങൾ ഏറെയായി ഈ പ്രാവ് കൂടുകൂട്ടി അടയിരിക്കാൻ തുടങ്ങിയിട്ട്. കുട്ടികളിരിക്കുന്ന ബെഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിലാണ് കൂട്. കുട്ടികളോട് ചേർന്ന് കുട്ടികളുമായി ചങ്ങാത്തമുള്ള പ്രാവ് കുട്ടികൾ അടുത്തേക്ക് ചെന്നാൽ പോലും പറന്നു പോവുകയില്ല. കഴിഞ്ഞ ദിവസമാണ് 2 മുട്ടകളിട്ടത്. അത് കണ്ടപ്പോൾ കൂടുതൽ കൗതുകമായി വിദ്യാർത്ഥികൾക്ക്.
വിവരമറിഞ്ഞ് പ്രാവിനെ കാണാനായി എത്തുന്ന മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികളും ഇപ്പോൾ പ്രാവുമായി ചങ്ങാത്തം കൂടുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ട്. അതിപ്പോൾ 2 മുട്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടയിരിക്കാണ്. ഇന്നലെ അത് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളെപ്പോലെ ടീച്ചർമാരും പ്രാവ് അടയിരിക്കുന്നതിൽ വലിയ സന്തോഷത്തിലാണ്. കുറച്ച് ദിവസമായി പ്രാവ് കൂടുകൂട്ടാൻ തുടങ്ങിയിട്ട്. പക്ഷെ കുട്ടികളെ കണ്ടാലും പ്രാവ് പ്രാവിന് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. കുട്ടികളാരും തന്നെ ശല്യം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പ്രാവിനും ഒരു പേടിയില്ലാത്ത തരത്തിൽ തന്നെയാണ് പ്രാവ് കൂട് കൂട്ടിയിരുന്നത്. ഇപ്പോൾ പ്രാവ് മുട്ടയിട്ട് 2 മുട്ടകളുണ്ട്. അതിന് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പ്രാവ് അടയിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു സന്തോഷവും കൗതുകമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും തന്നെ പ്രാവിനോട് നല്ല സഹകരിച്ച് പ്രാവിനൊരു ശല്യമില്ലാത്ത രീതിയിലാണ് കുട്ടികൾ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പുറത്തിറങ്ങുന്നതും കാത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയാണിവർ. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കിള്ളിക്കുറിശ്ശിമംഗലത്ത് സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന CMS നാരായണൻ അനുസ്മരണ സമ്മേളനം കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്നു. കേരള കലാമണ്ഡലം ഡീൻ KB രാജാനന്ദ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത തലമുറക്കാർക്ക് കഥകളി എന്ന് കേൾക്കുമ്പോൾ ഓർക്കാനം വരികയാണ് വേണ്ടത്. കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ട സമ്പത്തിന്റെ വലിയൊരു ശതമാനം അപഹരിച്ച ഈ പ്രസ്ഥാനത്തോട് തീരാത്ത പകയുണ്ടായാൽ അത്ഭുതമില്ല. പക്ഷെ മറിച്ച് സംഭവിച്ചതാണ് മഹാത്ഭുതം. CMD നമ്പൂതിരിപ്പാടായാലും സിംസൺ ആയാലും എല്ലാ ആ നിലയ്ക്ക് പിന്നീടുണ്ടായ തലമുറയിലെ മുഴുവൻ അംഗങ്ങളും ഒരുപക്ഷെ പ്രാണവായു പോലെ കഥകളിയെ സ്നേഹിച്ചു എന്നതാണ് ചരിത്രത്തിലെ കുറ്റം. കഥകളി അവർ സ്നേഹിച്ചു. പക്ഷെ കാലം മാറുകയായി. സാമൂഹിക നവോത്ഥാനത്തിന്റെ മാറ്റം അങ്ങനെ അലയൊലി കൊള്ളുന്ന ഒരു സമയസന്ധി. പഞ്ചായത്ത് അംഗം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. M ദേവിക്കുട്ടി ടീച്ചർ, ഡോക്ടർ PCV രേണുക, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, പഞ്ചായത്ത് അംഗം AP ബാലൻ, R നാരായണൻ, NR രാജേഷ്, K ദേവാനന്ദൻ, K കൃഷ്ണൻകുട്ടി നായർ എന്നിവർ സംസാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ദീർഘകാലം ലൈബ്രറിയനായിരുന്ന K കൃഷ്ണൻകുട്ടി നായർക്ക് രാജാനന്ദ് സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗം K ശ്രീവത്സൻ സ്വാഗതവും N സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ശിവാനി പ്രദീപ് അവതരിപ്പിച്ച ഓട്ടംതുള്ളലും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളശ്ശേരി ഹൈസ്കൂളിൽ 1976, 1977 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഉദ്ഘാടന ചടങ്ങില്ലാതെ നടത്തിയ സംഗമത്തിൽ മൺമറഞ്ഞ സഹപാഠികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി. പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കഥയും കവിതയും പ്രഭാഷണങ്ങളും പാർവതി പ്രസന്ന എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിരക്കളിയും KP നന്ദിനിയുടെ പ്രഭാഷണവും V സുധാലക്ഷ്മിയുടെ മോട്ടിവേഷൻ ക്ലാസും ശ്രദ്ധേയമായി.
സേതു, KS സിദ്ദിഖ്, MK വാസുദേവൻ, NK ഹരിദാസ്, രാജഗോപാൽ, ദേവദാസ്, MP പ്രേമ, ഗിരിജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പുതിയ പാലം ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം 24 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിക്കുക 52.5 കോടി രൂപ ചെലവിൽ. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് നിർമ്മാണോദ്ഘാടനം ഉടൻ നടത്തുമെന്നും MLA. തൃശൂരിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്ന സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പറപ്പൂർ സ്വദേശി ലിയോ, പോന്നാർ സ്വദേശി ആയുഷ്, പാടൂർ സ്വദേശി ദിവ്യ എന്നിവർ. പ്രതികൾ ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തത് പേനകം സ്വദേശിയായ യുവതിയിൽ നിന്ന്. ബൂസ്റ്റ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച 52കാരന് 130 വർഷം കഠിന തടവും 8.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി. ശിക്ഷിക്കപ്പെട്ടത് തൃശൂർ ഒരുമനയൂർ സ്വദേശി സജീവൻ. പ്രതീക്ഷയുടെ തേരേറി പുതുവർഷം. ആഹ്ലാദാരവങ്ങളോടെ ലോകം 2025 വരവേറ്റു. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പുതുവത്സരാഘോഷ പരിപാടികൾ. പ്രശസ്ത സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. വിടവാങ്ങിയത് വാൻറീഡിന്റെ ഹോർത്തൂസ് മലബാറിക്കൂസ് ആധുനിക സസ്യശാസ്ത്ര വ്യാഖ്യാന സഹിതം പരിഭാഷപ്പെടുത്തി മലയാളത്തിന് സമ്മാനിച്ച പ്രതിഭ. അന്ത്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. ന്യൂസ് നൂൺ പൂർണ്ണമാകുന്നു. നമസ്കാരം.